ഗുഡ് മോർണിംഗ്. ഒരു നല്ല ദിവസം ഞാൻ നേർന്നുകൊണ്ട് ഞാൻ ഇന്ന് എൻ്റെ ക്ലാസ് തുടങ്ങുകയാണ്. ഞാനിന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോകുന്ന വിഷയം നമ്മൾ കഴിഞ്ഞ ദിവസം പഠിപ്പിച്ചതിൻ്റെ തുടർച്ചയായിട്ടുള്ളത്, അതായത് സിംഗിൾ ഡിസ്ക് ക്ലച്ച്, സിംഗിൾ പ്ലേറ്റ് ക്ലച്ച്. നിങ്ങളുടെ വാഹനങ്ങളിൽ, ഇപ്പോഴത്തെ വാഹനങ്ങളിൽ എല്ലാം ഫിറ്റ് ചെയ്തിരിക്കുന്ന ക്ലച്ചാണ് സിംഗിൾ ഡിസ്ക് ക്ലച്ച്, സിംഗിൾ പ്ലേറ്റ് ക്ലച്ച്. ഓക്കെ, അതിനെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന ക്ലാസ്സുകളിൽ കൂടുതലും നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ പോകുന്നത്. ഓക്കെ, ഇത് ഏത് വിഭാഗത്തിൽപ്പെട്ടതാണ് അവർക്ക് പറയാൻ പറ്റുമോ? ഗ്രാജുവൽ എൻഗേജ്മെൻറ്റ് പ്ലസ് ഫ്രിക്ഷൻ ക്ലച്ചുകൾ. ഓക്കെ, നമ്മൾ ആദ്യം എഴുതിയിരിക്കുന്നിടത്തോട്ടാണ് ഞാൻ പോകുന്നത്. ഫ്രിക്ഷൻ ക്ലച്ച്, ഗ്രാജുവൽ എൻഗേജ്മെൻറ്റ് വർഗത്തിൽപ്പെട്ട ക്ലച്ചുകളാണ് ഇതെല്ലാം. ഓക്കെ, അപ്പോൾ ഈ ക്ലച്ചിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. അതിൻ്റെ പടമാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. ഇതിനകത്ത് നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ പഠിക്കുന്നതായിട്ടുണ്ട് ഓരോന്നിനെ കുറിച്ചും. അതുപോലെ തന്നെ ഇത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ എല്ലാ വാഹനങ്ങളിലും ഫിറ്റായിരിക്കുന്നതാണ്. സെക്കൻഡ് പരീക്ഷയ്ക്കൊക്കെ വരികയും ചെയ്യും. അതുകൊണ്ട് ശ്രദ്ധിച്ചോണം. നിങ്ങൾക്ക് ഇതിൻ്റെ പ്രവർത്തനങ്ങളെ എങ്ങനെ വർക്ക് ചെയ്യും എന്നുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞ് മനസ്സിലാക്കും. അതോടൊപ്പം ഇതിൻ്റെ പാർട്സുകൾ എന്തായി വരച്ചിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഒന്നും പേടിക്കാനുള്ള ആവശ്യമില്ല. ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ക്ലച്ച് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഇഞ്ചിൻ്റെ ശക്തിയെ ഗിയർ ബോക്സിനോട് കൂടി യോജിപ്പിക്കുകയും വിയോജിപ്പിക്കുകയും ചെയ്യുന്ന സാധനമാണ് ക്ലച്ച്, അല്ലേ? അപ്പോൾ അതിൻ്റെ ഓരോ വിഭാഗങ്ങളാണ് നമ്മൾ പഠിച്ചു വരുന്നത്. നമ്മൾ നേരത്തെ നോക്കിയ എവിടുന്നാണ് വന്നത്? ഡോ ക്ലച്ച്, പോസിറ്റീവ് ക്ലച്ച്. അത് കഴിഞ്ഞ ഉടനെ ആ ക്ലച്ച് നമ്മൾ ഫ്രിക്ഷൻ ക്ലച്ച് അല്ലായിരുന്നു, അതിനെ വിട്ടേച്ച് പിന്നെ നമ്മൾ വന്നത് കോൺ ക്ലച്ച്, അല്ലേ? കോൺ ക്ലച്ച് കഴിഞ്ഞ് അടുത്ത സംവിധാനമാണ് ഇപ്പോഴുള്ള വാഹനങ്ങളിൽ ഫിറ്റായിരിക്കുന്ന ഈ ക്ലച്ച്. ഈ പടം ഇങ്ങനെ വരച്ചിരിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഒരു കൺഫ്യൂസ് ഉണ്ട്, എന്നാ സാധനം. ഒന്നും പേടിക്കാനില്ല. പ്രഷർ പ്ലേറ്റും അതിനകത്ത് കൊടുത്തിരിക്കുന്ന ഡിസ്കും അത് ഫ്ലൈ വീലുമായിട്ട് യോജിപ്പിച്ചിട്ട് അത് എങ്ങനെ വർക്ക് ചെയ്യും എന്നുള്ളതാണ് നിങ്ങൾക്ക് പിടിച്ചെടുക്കേണ്ട കാര്യം. ഓക്കെ, അപ്പോൾ ഞാനത് നിങ്ങളെ വ്യക്തമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കാം. വെളിയിൽ തുടങ്ങി വരച്ചിട്ടുണ്ട്. അതിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ, ക്ലിയർ? അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യം ഇത് പറഞ്ഞ പോലെ ഗ്രാജുവൽ എൻഗേജ്മെൻറ്റ് ക്ലച്ചാണ്. സെക്കൻഡ് ഫ്രിക്ഷൻ ക്ലച്ചാണ്. ഫ്രിക്ഷൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഉരസിയിട്ട് അതിനെ പിടിച്ചു നിർത്തി ഗിയർ ബോക്സിൻ്റെ ഷാഫ്റ്റിൽ കൊടുത്തിട്ട് നമ്മൾ ഗിയർ ഇടുന്ന സംഭവം. നമുക്കെന്താ വേണ്ടത്? ഗിയർ ഇടണമെങ്കിൽ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ, കഴിഞ്ഞ ക്ലാസ് ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ, ഗിയർ ഇടണമെന്നുണ്ടെങ്കിൽ ഗിയർ സൈലൻ്റ് ആകണം. അല്ലാതെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഗിയറിലേക്ക് നിങ്ങൾക്ക് യാതൊരു കാരണവശാലും ഗിയർ ഇടാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ചില വണ്ടിയൊക്കെ നിങ്ങൾക്ക് കേൾക്കാം, ഈ ഗിയർ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര സൗണ്ട് ഉണ്ടാകും. അതുപോലെ നിങ്ങളുടെ ഗിയറെല്ലാം പൊടിച്ചു കളയും. അപ്പം അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യേണ്ടത് നിങ്ങളുടെ ഗിയർ ബോക്സിനെ സൈലൻ്റ് ആക്കണം. ഓക്കെ, അതിനെ സൈലൻ്റ് ആക്കാൻ വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്ന ഒരു സംഭവമാണ് ഇത്. അതുപോലെ തന്നെ ക്ലച്ചിനെ കുറിച്ച് നമ്മൾ പഠിച്ചപ്പോൾ ആദ്യമേ ഞാൻ കുറേ കാര്യങ്ങൾ പറഞ്ഞായിരുന്നു. അതായത് ഇഞ്ചിൻ ഉൽപ്പാദിപ്പിക്കുന്ന പവർ ഫുൾ കംപ്ലീറ്റ് ക്ലച്ചിന് റിയർ വീലിൽ എത്തിക്കുമെന്ന ആൾ ക്ലച്ചാണ്. അതിന് കഴിവുണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഗിയർ ബോക്സിനെ സൈലൻറ്റ് ചെയ്യുവാനുള്ള കഴിവുണ്ടായിരിക്കണം. ഓക്കെ, ഇതെല്ലാം നിങ്ങൾ പഠിച്ച കാര്യങ്ങളാണ്, ഞാനൊന്ന് ഓർപ്പിച്ചെന്നേ ഉള്ളൂ. വേറെ ഒരു കാര്യം എന്ന് പറയുന്നത്, കറക്കപ്പെടുന്ന സാധനം കറങ്ങുന്ന സാധനത്തിലേക്ക് ശക്തമായി തള്ളി വച്ചിരിക്കണം. ഓക്കെ, അതിനുള്ള സംവിധാനങ്ങളൊക്കെയും ആണ് നിങ്ങളുടെ പ്രഷർ പ്ലേറ്റിൽ കൊടുത്തിരിക്കുന്നത്. നമുക്ക് അവിടെ നിന്ന് തുടങ്ങാം. പ്രഷർ പ്ലേറ്റിൽ ആ സംഭവമാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്കിവിടെ അറിയേണ്ട കാര്യം എന്നുമ്പോഴൊക്കെ ഞാൻ പറഞ്ഞതുപോലെ, നമ്മൾ ആരെയും പരിചയപ്പെടുകയാണെങ്കിൽ നമ്മൾ ചോദിക്കും, എവിടെയാണ് താമസം? ഓക്കെ, അത് കഴിഞ്ഞിട്ട് ആരാ നിങ്ങളുടെ മാതാപിതാക്കന്മാർ എന്നൊക്കെ ചോദിക്കല്ലേ എന്ന് പറഞ്ഞതുപോലെ ഇവിടെയും നമ്മൾ ആദ്യം ചോദിക്കുന്നു, ഈ സിംഗിൾ ഡിസ്ക് ക്ലച്ച് എവിടെയാണ് ഫിറ്റായിരിക്കുന്നത്?
എന്തിനാണ് ഫിറ്റായിരിക്കുന്നത്, ആരാണ് അതിന് ഡ്രൈവ് കൊടുക്കുന്നത്, ഈ കാര്യമാണ് നമുക്ക് ആദ്യം അറിയേണ്ടത്. ഓക്കെ, അപ്പോൾ സിംഗിൾ ക്ലച്ച് ഫിറ്റായിരിക്കുന്നത് എവിടെയാണെന്ന് ഞാൻ ചെറിയ രൂപത്തിൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകാത്ത രൂപത്തിൽ ഞാൻ പറയാം. ഫ്ലൈ വീലിനും പ്രഷർ പ്ലേറ്റിനും ഇടയിലാണ്. അത് എവിടെ മൗണ്ട് ആയിരിക്കുന്നു? ഗിയർ ബോക്സിൻ്റെ പ്രൈമറി ഷാഫ്റ്റിൽ. ഗിയർ ബോക്സിൻ്റെ ഷാഫ്റ്റിൻ്റെ പ്രൈമറി ഷാഫ്റ്റിൻ്റെ പേരാണ് ക്ലച്ച് ഷാഫ്റ്റ്. ഓക്കെ, അപ്പോൾ ക്ലച്ച് ഷാഫ്റ്റിലാണ് ആ സാധനം ഫിറ്റായിരിക്കുന്നത്. അത് പ്രൈമറി ഷാഫ്റ്റിലാണ്. അത് ഗിയർ ബോക്സിൻ്റെ വെളിയിലേക്ക് തള്ളി നിൽക്കുന്ന ആ ഷാഫ്റ്റാണ്. ഓക്കെ, അതിനെയാണ് പ്രൈമറി ഷാഫ്റ്റ്. അതിലാണ് നമ്മൾ ഈ ക്ലച്ച് ഡിസ്ക് കൊണ്ട് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ ഓക്കെ ഒന്നുകൂടെ ഞാൻ പറയുന്നു, റിപ്പീറ്റ് ചെയ്യുന്നു. എവിടെയാണ് ഇത് ഫിറ്റ് ആയിരിക്കുന്നത്? ഫ്ലൈ വീലിനും പ്രഷർ പ്ലേറ്റിനും ഇടയിൽ ക്ലച്ച് ഷാഫ്റ്റിലാണ് സിംഗിൾ പ്ലേറ്റ് ക്ലച്ച് ഫിറ്റ് ആയിരിക്കുന്നത്. ഓക്കെ, അതിൻ്റെയൊക്കെയാണ് ഈ പടം വരച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ആ സംഭവം. സെക്കൻഡ്, ഇനി നമുക്ക് പ്രഷർ പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രഷറിൽ അതിനെ തള്ളി നിർത്തിയിരിക്കുന്നത്. ഓക്കെ, അതാണ് നമ്മുടെ ഈ സംഭവത്തിനെ ഓപ്പറേറ്റ് ചെയ്യുന്നത്. എന്താ ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കണം. അത് നല്ല ശ്രദ്ധയോടെ നിങ്ങൾ ഇരുന്നാലേ നിങ്ങൾക്കത് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ ശ്രദ്ധയോടെ എല്ലാവരും ശ്രദ്ധിച്ചോണം, എന്താണ് എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ പടത്തിലേക്ക് തന്നെ ഞാൻ കാണിച്ചുകൊണ്ട് ഞാൻ പറയാം ഇതെന്താ ഇവിടെ നടക്കുന്നത്. ഓക്കെ, ആദ്യം നമുക്കിവിടെ ശ്രദ്ധിച്ചോണം, എല്ലാവരും നല്ലവരെ ശ്രദ്ധിച്ചോണം, എന്നാലേ മനസ്സിലാകത്തുള്ളൂ. ഓക്കെ, ഇത് പെഡിൽ ഇല്ലേ, ക്ലച്ച് പെഡിൽ. ഇവിടെ ഡ്രൈവറെ ആ ക്ലച്ച് പെഡിൽ ചവിട്ടിയാൽ എന്നതാണ് സംഭവിക്കുന്നത്? ആദ്യം ഇത് ഫിറ്റായിരിക്കുന്നത് എനിക്കറിയാം, മിക്കവാറും പേരും കണ്ടിട്ടുണ്ടായിരിക്കണം. ഈ സംഭവം ഫിറ്റായിരിക്കുന്നത് ഇത് വട്ടത്തിലുള്ള ഒരു സാധനമാണ്. ഇത് വന്നിട്ട് ഇവിടെ ഫ്ലൈ വീലിൽ നമ്മൾ മൗണ്ട് ചെയ്തിരിക്കുക. എന്നിട്ട് അതിന് ഫിംഗർ കൊടുത്തിട്ട് അതിൽ റിലീസ് ബിയറിങ് പോയിട്ട് അമർന്നു കഴിഞ്ഞാൽ ഉടനെ ഇവിടെ ഈ പ്രഷർ പ്ലേറ്റ് അല്പം പിറകോട്ട് മാറിക്കൊടുക്കും. ഓക്കെ, പിറകോട്ട് മാറി കഴിയുമ്പോൾ ഇതിനകത്ത് ഈ ക്ലച്ച് ഡിസ്ക് ഇതിനകത്ത് എന്താ സംഭവിക്കുന്നത്? ഇവിടെ ഇഞ്ചിൻ്റെ പവർ ഇതിനെ പോയിക്കൊണ്ടിരിക്കുക ഇല്ലേ, ഈ ഷാഫ്റ്റിൽ കൂടെ ഇഞ്ചിൻ്റെ പവർ ഇവിടെ വന്നിട്ട് ഇതിനെ കറക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. ഇപ്പോൾ ഈ സംഭവം എന്ന് പറയുന്നത് ഇത് എൻഗേജാണ്. ഇപ്പം നിങ്ങളുടെ വണ്ടി സ്റ്റാർട്ട് ചെയ്താൽ ഗിയർ ബോക്സിലെല്ലാം പവർ പോയിക്കൊണ്ടിരിക്കും. ഓക്കെ, പറഞ്ഞ് മനസ്സിലായി? ഈ അവസ്ഥയിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ ഒക്കുകയില്ല. ഉടനെയാണ് ഡ്രൈവർ എന്താ ചെയ്യുന്നത്? ക്ലച്ച് ചവിട്ടിയിട്ട് ഗിയർ ന്യൂട്രലാക്കും. അപ്പോൾ ആ ന്യൂട്രൽ പൊസിഷൻ എന്താണ്? ഗിയറിൻ്റെ ന്യൂട്രൽ പൊസിഷൻ അത് ഗിയർ ബോക്സ് പഠിപ്പിച്ചെന്നായിരിക്കും തോന്നുന്നത്. പഠിപ്പിച്ചില്ലെങ്കിൽ അന്നേരം പറയാം. ഇപ്പം നിങ്ങൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഇവിടുന്ന് വരുന്ന ഈ പവറിനെ ഇവിടെ കട്ട് ചെയ്തേ മതിയാവും. സമ്മതിച്ചോ? ഇല്ലെങ്കിൽ എന്നാ സംഭവിക്കും? ഇപ്പോൾ അടിച്ചിട്ടുണ്ട്, വണ്ടി മുമ്പോട്ടേക്ക് പോകും ഇല്ലേ? അടിച്ചിട്ടുണ്ട്, ചെറുപിടൊക്കെ അബദ്ധം പറ്റിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ എന്ത് ചെയ്യും? ഈ ക്ലച്ചിനെ ഡിസെൻഗേജ് ചെയ്യും. ഇപ്പം എൻഗേജിലാണ് ഈ പടം വരച്ചിരിക്കുന്നത്. ഓക്കെ, ഡിസെൻഗേജ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടുന്ന് ഇതിനെ കട്ട് ചെയ്ത് കളയണം. ഇതല്ലേ നമ്മുടെ ആവശ്യം. ഇപ്പോൾ കട്ട് ചെയ്യാൻ എന്താ ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചും അത് കൂട്ടി യോജിപ്പിക്കുവാൻ എന്താ ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചുമാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, ആദ്യം നിങ്ങൾക്ക് ഇതിൻ്റെ പാർട്സുകളുടെ പേര്, ഇതിൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഇതിനകത്ത് ഈ സ്പ്രിങ്ങുകളെല്ലാം വന്നിട്ട് ഇതിനെ അങ്ങോട്ട് തള്ളിപ്പിടിച്ചിരിക്കുക. ഓക്കെ, സെക്കൻഡ്, ഇതിനെ ഓപ്പറേറ്റ് ചെയ്യുക. നമ്മളിവിടെ എന്താ ചെയ്യുന്നത്? ഈ സ്പ്രിങ്ങിൻ്റെ കീഴെ ആയിട്ട് നമ്മൾ കുറേ ഫിംഗർ കൊടുക്കും. ഇപ്പം ഒരു കാര്യം നിങ്ങളോട് പറയാനുണ്ട്. ഈ ഫിംഗർ ഉള്ള പ്രഷർ പ്ലേറ്റ് ഇല്ല ഇപ്പം നിങ്ങളുടെ പ്രഷർ പ്ലേറ്റ് വന്നിട്ട് ഡയഫ്രാം ടൈപ്പാണ്.
ഞാൻ അതിനെക്കുറിച്ച് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് മുമ്പോട്ട് പോകാം. ഇപ്പം നിങ്ങളുടെ വണ്ടികളിലെല്ലാം വന്നിട്ട് ഡയഫ്രാം ടൈപ്പാണ്. ഈ ഡയഫ്രാം ടൈപ്പ് എന്ന് പറഞ്ഞാൽ എന്താ സംഭവം? ഞാൻ നിങ്ങളുടെ ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞ് മനസ്സിലാക്കാം. നിങ്ങളുടെ വീടുകളിലൊക്കെ ചിലപ്പോൾ ഈ തയ്യൽ മിഷൻ ഉള്ളവരുടെയൊക്കെ എണ്ണ ഒഴിക്കാനായിട്ട് പഴയ കാലങ്ങളിൽ അതിനെ എന്താണ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ചെറിയ പാത്രം, അതിൻ്റെ സെൻട്രലായിട്ട് ഒരു പൈപ്പ് പോലുള്ള കൊടുത്തു. എന്നിട്ട് അമ്മച്ചിമാരെന്നാടുക അതിൻ്റെ അടിയിലത്തെ സെൻട്രലിൽ ഞെക്കുമ്പോഴത്തേന് എന്താ പറയുന്ന എണ്ണ വെളിയിൽ ചാടും. അങ്ങനത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഇല്ലേ? അഭിമുഖമായിട്ടായിരുന്നെങ്കിൽ ഞാൻ കുറച്ചുകൂടെ കാര്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കായിരുന്നു. ഇങ്ങനെ ഞെക്കുമ്പോൾ ഇങ്ങനെ സെൻട്രൽ ഞെക്കി കഴിഞ്ഞാൽ ഉടനെ ഓയിൽ, ലൂബ്രിക്കേറ്റ് ഓയിൽ എന്താണോ അതിനകത്ത് കൊടുത്തിരിക്കുന്നത് അത് തെറിക്കാൻ തുടങ്ങും. ഓക്കെ, ആ തിയറിയിലാണ് നിങ്ങൾ ഡയഫ്രാം ക്ലച്ച് പിടിക്കുക. ഡയഫ്രാം ക്ലച്ചിൻ്റെ തിയറി. അതിൻ്റെ സെൻട്രൽ ചവിട്ടി കഴിഞ്ഞാൽ ഉടനെ ഒരു ഫോഴ്സ് ഉണ്ടാകും. ഫോഴ്സ് ഉണ്ടായിട്ട് അത് അതിൻ്റെ പ്രഷർ പ്ലേറ്റ്, ആ പ്ലേറ്റിനെ അനക്കുക. ഓക്കെ, അപ്രകാരമുള്ള പ്രഷർ പ്ലേറ്റാണ് ഇപ്പം കിട്ടിയത്. ഇത് പഴയ മോഡലാണ്. ഇതിനെ നമ്മൾ എന്താ ചെയ്തിരിക്കുന്ന സ്പ്രിങ് ആ ഫിംഗറിൻ്റെ അടിയിൽ കൊടുത്തിട്ട് ഇതേമാതിരി കൊടുത്തിട്ട് നമ്മൾ ഇവിടെ ഇതിൻ്റെ ഈ സൈഡിൽ നമ്മൾ ചവിട്ടി കഴിഞ്ഞാൽ ഉടനെ ഇവിടെ ഇത് അനങ്ങും. ഈ സ്പ്രിങ് അനങ്ങിയിട്ട് ഇതിൻ്റെ ഈ പ്ലേറ്റ്, എവിടെ ഈ കാണുന്ന പ്ലേറ്റ് പുറകോട്ടൽപ്പം മാറിക്കൊടുക്കും. മാറിക്കൊടുത്ത് കഴിഞ്ഞാൽ ഉടനെ ഈ ഇതിനകത്തെ ക്ലച്ച് ഡിസ്ക് അല്പം ഫ്രീ ആവും. ഫ്രീ ആയാൽ ഉടനെ ഇതിൻ്റെ ഈ സൈഡും ഈ സൈഡും ഇവിടെ ഒരഞ്ഞിട്ട് ഇവിടെ ഫ്രിക്ഷൻ മെറ്റീരിയലാണ് കൊടുത്തിരിക്കുന്നത്. ആസ് എ ബ്രേക്ക് ഷൂ പോലുള്ള ഫ്രിക്ഷൻ മെറ്റീരിയൽ, ആ മെറ്റീരിയൽ അതിവിടെ ഒരയാൻ പറയുന്നു. ഒരഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇത് ഫ്രീ ആയി ഇല്ലേ? ഇവിടെ നമ്മൾ ഇവിടുന്ന് ക്ലച്ച് ചവിട്ടി കഴിഞ്ഞ ഉടനെ റിലീസ് ബിയറിങ് വന്നിട്ട് ഇതിനെ അമർത്തിയിട്ട് ഇതിനെ സ്വല്പം ഈ പ്ലേറ്റിൻ്റെ ഈ പ്രഷർ പ്ലേറ്റിനെ അല്പം പുറകോട്ട് നീക്കി കൊടുക്കും. നീക്കിയിട്ട് ഇവിടെ ഈ ഡിസ്ക് ഫ്രീ ആകും. ഫ്രീ ആയി കഴിഞ്ഞാൽ അതിനകത്ത് അതിൻ്റെ ഫേസുകളിൽ ഒന്ന് ഫ്ലൈ വീലിൻ്റെ ഫേസും ഇവിടെ പ്രഷർ പ്ലേറ്റിൻ്റെ ഫേസും ഒരഞ്ഞിട്ട് ഈ സംഭവത്തിന് ഈ ക്ലച്ച് ഡിസ്കിനെ അത് പിടിച്ചു നിർത്തുന്നതിൻ്റെ ഫലമായിട്ട് ഈ ഷാഫ്റ്റ് നിൽക്കും, സൈലൻ്റ് ആവും. ഉടനെയാണ് ഗിയർ ഇടുന്നത്. സിമ്പിളായിട്ട് മനസ്സിലാക്കാനുള്ള സംഭവമാണ് ഈ പറഞ്ഞത്. നിങ്ങൾ അതിൻ്റെ പേരുകളും ബാക്കി കാര്യങ്ങളൊക്കെ പിന്നെ ഞാൻ കൂട്ടിച്ചേർത്ത് പറയാം. ഒന്നുകൂടെ മനസ്സിലാക്കിയോ? ശ്രദ്ധിച്ചു. ഇവിടെ ഡ്രൈവർ ചവിട്ടി വെളിയിൽ കാലമർത്തിയാൽ ഉടനെ ഈ സംഭവം ഇവിടെ ഒരു റിലീസ് ബിയറിംഗ് കൊടുത്തിട്ടുണ്ട്. ഈ ബിയറിംഗ് വന്നിട്ട് ഈ ഫിംഗറിൽ അമർന്നിട്ട് ഫിംഗർ താഴേക്ക് അമർന്നു കഴിഞ്ഞാൽ ഉടനെ ഈ പ്രഷർ പ്ലേറ്റ്, ഇവിടെ ഇരിക്കുന്ന ഈ പ്രഷർ പ്ലേറ്റ് അല്പം ചവിട്ടുന്ന ആളുടെ നേരേക്ക്, അവിടെ ഇരുന്ന ഡ്രൈവർ അവിടെ ഇരുന്നല്ലേ ചവിട്ടിയത്, ഈ പ്ലേറ്റ് അങ്ങോട്ട് അല്പം നീങ്ങിക്കൊടുക്കും. സ്വല്പം നീങ്ങിക്കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഈ ക്ലച്ച് ഡിസ്ക്, ഈ ഇഞ്ചിൻ്റെ പവർ വരും. ഇത് എന്ത് ചെയ്യും? ഇവിടെ രണ്ട് സൈഡിലും ഉരസുന്നതിൻ്റെ ഫലമായിട്ട് ഈ ഡിസ്കിനെ അത് പിടിച്ചു നിർത്തും. ഉരസിയിട്ട് അത് ഇതേമാതിരി സി എന്ന് വെച്ചോണ്ടിരിക്കും. ഉടനെ ഇവിടെ ഇതെല്ലാം ഫിറ്റായിരിക്കുന്നത് ഈ ഷാഫ്റ്റ്, ഗിയർ ബോക്സിൻ്റെ പ്രൈമറി ഷാഫ്റ്റിനെ ഇതിൻ്റെ സ്പ്ലൈൻസ് കൊടുക്കുന്നത്. ഈ സ്പ്ലൈൻസിലാണ് ഈ നിങ്ങളുടെ ഈ ഡിസ്ക് ഫിറ്റായിരിക്കുന്നത്. ഓക്കെ, ഉടനെ ഈ സ്പ്ലൈൻസുകൾ കിടക്കുന്ന ഈ സംഭവം പിടിച്ചു നിർത്തുമ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് തോന്നും ഇവിടെയല്ലേ ഇഞ്ചൻ നിന്ന് പോവുകയല്ലേ? ഒരു ചോദ്യമാണ് ഇല്ലേ? പക്ഷേ ഇഞ്ചൻ നിന്ന് പോവുകയല്ല. ഇവിടെ എന്നാ അത് ചെയ്തിരിക്കുന്നത്? നിങ്ങൾക്ക് ഇവിടെ കാണാം. ഈ പടത്തിനകത്ത് നോക്കിയേ, ഇവിടെ കണ്ടോ? പ്ലെയിനാണ്. കാണാവുന്ന ഇവിടെ പ്ലെയിനാണ്. ഈ പ്ലെയിൻ സ്ഥലം നമ്മൾ ഫ്ലൈ വീലിനകത്തേക്ക് ഇവിടെ ഒരു ഹോൾ കൊടുത്തിട്ട് ഇതിനകത്തേക്കാണ് കയറ്റിയിട്ടിരിക്കുന്നത്. ഇവിടെ ഇതിനെ പിടിച്ച് നിർത്തി കഴിഞ്ഞാൽ ഉടനെ എന്നാ സംഭവിക്കും? നല്ലപോലെ ശ്രദ്ധിച്ചോ. എന്നാ സംഭവിക്കും? ഈ ഫ്ലൈ വീൽ ഇവിടെ ഇതിനകത്ത് കറങ്ങിക്കൊണ്ടിരിക്കും. ആ സെറ്റ് ഇതിൻ്റെ ഇവിടെ കണ്ടോ? ഇതുപോലെ പ്ലെയിനായിട്ടാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്.
ഓക്കെ, ഈ പ്ലെയിനായിട്ട് കൊടുത്തിരിക്കുന്നിടത്ത് ഫ്ലൈ വീല് കറങ്ങും. എന്നാൽ ഇവിടെ നമ്മുടെ സ്പ്ലൈൻസേലാണ് ക്ലച്ച് ഡിസ്ക് ഇട്ടിരിക്കുന്നത്. ഈ ക്ലച്ച് ഡിസ്കിനെ ഇവിടെ നിർത്തി കഴിഞ്ഞാൽ ഉടനെ ഈ സംഭവം കണ്ടോ, ഇവിടെ നിന്നില്ലേ, ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഉടനെ ഈ ഷാഫ്റ്റ് നിന്നാൽ ഉടനെ ഇതിനകത്ത് ഇവിടെയല്ലേ നിങ്ങളുടെ ഫ്ലൈ വീല് ഇവിടെ കൊടുത്തിരിക്കുക അല്ലേ? ഈ ഫ്ലൈ വീൽ എന്ത് ചെയ്യും, ഇതിനകത്ത് കറങ്ങിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ക്ലച്ച് ഔട്ടിയാൽ നിങ്ങളുടെ വണ്ടി നിങ്ങളുടെ ഇഞ്ചൻ സ്റ്റോപ്പ് ആകാതെ. എന്താ പറയുന്നത് മനസ്സിലായോ? ഞാൻ ഇത് പ്രാക്ടിക്കലി ചെയ്യുന്നവരെ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കിക്കോളൂ. ഇത്ര നിങ്ങൾക്ക് മനസ്സിലായാൽ മതി. ഇതിന് സ്പ്ലൈൻസ് ആണ് ഇതേ കട്ട് ചെയ്തിരിക്കുന്നത്, പ്രൈമറി ഷാഫ്റ്റ്. ഇതിലാണ് നിങ്ങളുടെ ഡിസ്ക്, ക്ലച്ച് ഡിസ്ക്. ഈ ക്ലച്ച് ഡിസ്കിനും സ്പ്ലൈൻസ് ഉണ്ട്, അതാണ് ഇതേ കയറ്റിയിട്ടിരിക്കുന്നത്. ഓക്കെ, ഇത് സ്പ്ലൈൻസ് ഉണ്ട്. ഇത് നമ്മൾ ക്ലച്ച് ഡിസ്ക് കയറ്റിയിട്ടിരിക്കുക, ഇവിടെ പ്ലെയിനുമാണ്. ഓക്കെ, ഇത് നമ്മളെ ഫ്ലൈ വീലിനുള്ളിലേക്ക് കടത്തിയിട്ടിരിക്കുക. ഇവിടെ ഒരു ബിയറിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, അതാണ് ഇവിടെ ഇങ്ങനെ വായിക്കാൻ കാര്യം. ഒരു പൈലറ്റ് ബിയറിംഗ്. ആ ബിയറിങ്ങിനകത്ത് ഫ്ലൈ വീൽ ഇതിനകത്ത് കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കും, ഇതിനെ പിടിച്ച് നിർത്തും. ഇവിടെ സ്പ്ലൈൻസ് കട്ട് ചെയ്തിരിക്കുക. ഇതാണ് ഇതിൻ്റെ തിയറി. ഇങ്ങനെയാണ് നിങ്ങളുടെ ക്ലച്ച് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സിംഗിൾ പ്ലേറ്റ് ക്ലച്ച് വർക്ക് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇനി ഡ്രൈവർ അവിടെ നിന്ന് കാലെടുത്താലുള്ള ഈ അവസ്ഥയിലാവും. ഇത് എല്ലാം കൂടെ ഒരൊറ്റ യൂണിറ്റ് ആവും. ആക്ച്വലി ഇതെന്താ സംഭവം ചെയ്യുന്നത്, നമ്മളെ ഇവിടെ നിന്ന് ഇതിനെ കട്ട് ചെയ്ത് കളയാം. കട്ട് ചെയ്തിട്ട് ഈ ക്ലച്ച് ഡിസ്ക് ഇതിൻ്റെ ഡ്രൈവ് ആക്കുക. ഇതാണ് സംഭവം, നേരെ പറഞ്ഞാൽ. ഓക്കെ, സിമ്പിളാണ്. പക്ഷേ മനസ്സിലാക്കുന്നവർക്ക് ഇത് പെട്ടെന്ന് മനസ്സിലാകത്തുള്ളൂ. സാർ എന്നാ പറഞ്ഞത്, അല്ലെങ്കിൽ തിയറിക്കാരൻ എന്താ പറഞ്ഞിരിക്കുന്നത്. ഇതിനു വേണ്ടി കുറേ കാര്യങ്ങളാണ് അവർ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഈ സ്പ്രിങ് കൊടുത്തു, അതോടൊപ്പം ക്ലച്ചിൻ്റെ ഇത് വന്നിട്ട് മുഴുവൻ കുറേ ഹോൾ കൊടുത്തിട്ടുണ്ട്. കാരണം എന്താ, ഇവിടെ വൃക്ഷം നടക്കും. ഓക്കെ, വൃക്ഷം നടക്കുമ്പോൾ ഇവിടെ ചൂടുണ്ടാവും. ആ ചൂടിനെ ഡിസപ്പിയേറ്റ് ചെയ്യാൻ, ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിൽ കുറേ ഹോളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പോഴത്തെ ഇതാണെങ്കിൽ അത് എന്താ പറയുന്നത്, ഇങ്ങനെ പത്തികളായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ പത്തികളുടെ ഇടയിലെല്ലാം വന്നിട്ട് ഗ്യാപ്പുണ്ട്, അതുവഴി ആ ചൂടങ്ങ് പോകും. ഓക്കെ, ഇതാണ് ക്ലച്ചിൻ്റെ തിയറി. സിംഗിൾ പ്ലേറ്റ് ക്ലച്ചിൻ്റെ തിയറി ഇതാണ്. കട്ട് ചെയ്തിട്ട് നമ്മൾ ഇവിടുന്ന് ഇതിനെ നമ്മൾ മാറ്റിയിരിക്കും. ഓക്കെ, ക്ലിയറായോ? ഞാൻ ഇതിനെക്കുറിച്ച് ഒരു പ്രാവശ്യം കൂടെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. നോക്കിയോ നിങ്ങൾ. ഡ്രൈവർ ഇവിടെ കാലവർത്തി കഴിഞ്ഞാൽ ഉടനെ ഇവിടെ റിലീസ് ബിയറിംഗ് ഉണ്ട്. റിലീസ് ബിയറിംഗ് ഫിംഗറിനെ താഴേക്ക് അമർത്തുമ്പോൾ പ്രഷർ പ്ലേറ്റ് അല്പം മാറിക്കൊടുക്കും. ഓക്കെ, മാറിക്കെടുത്താൽ ഉടനെ ഇവിടെ ഒരു ഗ്യാപ്പ് കിട്ടിയതിന്. ഈ ഗ്യാപ്പ് ഈ നിങ്ങളുടെ ക്ലച്ച് ഡിസ്ക് ഒരസുന്നതിന് പരമായിട്ട് ഇത് ഇട്ടിരിക്കുന്നത് ക്ലച്ച് ഷാഫ്റ്റിലാണ്, അത് സ്പ്ലൈൻസേലാണ് കിടക്കുന്നത്. ഈ സ്പ്ലൈൻസർ കിടക്കുന്ന ക്ലച്ച് ഡിസ്ക് നിന്ന് കഴിഞ്ഞാൽ ഉടനെ നിങ്ങളുടെ പ്രൈമറി ഷാഫ്റ്റ് നിൽക്കും. ഈ സമയത്ത് ഗിയർ ഇട്ട് കഴിഞ്ഞാൽ ഉടനെ അവൻ കാലെടുത്ത് കഴിഞ്ഞാൽ ഉടനെ എന്നാ സംഭവിക്കും, ഇത് ഇങ്ങോട്ട് അടുത്തിട്ട് വീണ്ടും ഒരൊറ്റ യൂണിറ്റായിട്ട് കറങ്ങിക്കൊണ്ടിരിക്കും. എന്ത് പറയുന്നു? ഇതാണ് സിംഗിൾ പ്ലേറ്റ് ക്ലച്ചിൻ്റെ പ്രവർത്തനം. വളരെ സിമ്പിളായിട്ട് ഞാൻ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി. പക്ഷേ ഇതിനകത്ത് കുറേ കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഓരോ സംഭവങ്ങളും നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. പ്രഷർ പ്ലേറ്റിൻ്റെ കാര്യം, പിന്നെ ഈ പ്രഷർ പ്ലേറ്റ് ക്ലച്ച് ഡിസ്ക് നമ്മൾ എന്തെല്ലാം ചെയ്തിട്ടുണ്ട്, അതെന്തെല്ലാം കാര്യങ്ങളാണ് എന്നുള്ളതിനെ കുറിച്ച് ഓരോന്നിനെ കുറിച്ചും നിങ്ങൾക്ക് പഠിക്കണം. ഓക്കെ, ഇതിനകത്ത് ഈ പ്രഷർ പ്ലേറ്റ് സെപ്പറേറ്റ് എടുത്ത് നമ്മൾ പഠിക്കുന്നുണ്ട്. ക്ലച്ച് ഡിസ്ക് നമ്മൾ സെപ്പറേറ്റ് എടുത്ത് പഠിക്കുന്നുണ്ട്. ഒരു ക്ലച്ച് ഡിസ്ക് നല്ലതാണോ ഇല്ലയോ എന്ന് അങ്ങനെ അറിയാം എന്നെല്ലാം നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇതാദ്യം തിയറി. ഇത്രയും കാര്യങ്ങളാണ് ഇതിനെക്കുറിച്ച് പറയേണ്ടത്. ഓക്കെ, ഇനി ഞാൻ ഇതിനെക്കുറിച്ച് ഒരു കാര്യം പറയാൻ പോകുന്നത്, ഞാനിതിനെ
ഇതിനെ ഒന്ന് വായിച്ച് കേൾപ്പിക്കാം നിങ്ങൾ മലയാളത്തിൽ. നിങ്ങൾക്ക് ഞാൻ ഇത്രയും പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി. കൂട്ടത്തിൽ നിങ്ങളെ ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. നോക്കൂ, ഇപ്പോൾ എഴുതണ്ട, ഞാൻ വായിച്ചിട്ട് പിന്നെ നിങ്ങൾ എഴുതിയാൽ മതി. സിംഗിൾ പ്ലേറ്റ് ക്ലച്ച്. ഓക്കെ, സിംഗിൾ പ്ലേറ്റ് ക്ലച്ച് എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ക്ലച്ച് ഡിസ്ക് ഉള്ളതിനെയാണ് സിംഗിൾ പ്ലേറ്റ് ക്ലച്ച് എന്ന് പറയുന്നത്. ഫ്ലൈ വീലിനും ക്ലച്ച് പ്രഷർ പ്ലേറ്റിനും ഇടയിൽ ഗിയർ ബോക്സിൻ്റെ ഇൻപുട്ട് ഷാഫ്റ്റിൽ ഒരു ഫ്രിക്ഷൻ പ്ലേറ്റ്, ബ്രാക്കറ്റിൽ ക്ലച്ച് പ്ലേറ്റ് മാത്രം ഉള്ള ക്ലച്ചുകളാണ് സിംഗിൾ പ്ലേറ്റ് ക്ലച്ച് എന്ന് പറയുന്നത്. ഞാൻ ആദ്യം പറഞ്ഞത് തന്നെ. ഓക്കെ, ഈ കാര്യങ്ങളാണ് പറഞ്ഞത്. ഇത് എവിടെയാണ് വസിക്കുന്നത് എന്നുള്ളതാണ് പറഞ്ഞത്. ഇതിലാണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത് ഗിയർ ബോക്സിൻ്റെ ഇൻപുട്ട് ഷാഫ്റ്റ്. ഓക്കെ, ഒരു ക്ലച്ച് പ്ലേറ്റ് കേട്ടോ. എന്തെല്ലാം സാധനങ്ങളാണ് ഇതിനുള്ളത്? ഒരു ക്ലച്ച് പ്ലേറ്റ്, പ്രഷർ പ്ലേറ്റ്, ത്രസ്റ്റ് സ്പ്രിങ്ങുകൾ, ആൻറ്റി റാറ്റിൽ സ്പ്രിങ്ങുകൾ, സ്ട്രട്ട്, ഹൈ ബോൾട്ട്, റിലീസ് ഫിംഗർ, ക്ലച്ച് കവർ എന്നിവയാണ് ഇതിൻ്റെ പ്രധാന ഭാഗങ്ങൾ. മുഴുവൻ സംഗതികളും ഇതൊക്കെ ഞാനിപ്പോൾ പടത്തിൽ കാണിക്കുന്നുണ്ട് നിങ്ങളെ. ഓക്കെ, ഇനി ത്രസ്റ്റ് സ്പ്രിങ്ങുകളുടെ സഹായത്തോടുകൂടി പ്രഷർ പ്ലേറ്റ് ക്ലച്ച് പ്ലേറ്റിനെ ഫ്ലൈ വീലിലേക്ക് നല്ല ബലത്തിൽ ചേർത്ത് നിർത്തുന്നു. ഇതിൻ്റെ കാര്യമാണ്. ഈ സ്പ്രിങ് ഇതിനെ ഇങ്ങോട്ട് ചേർത്ത് നിർത്തിയിരിക്കുക. നിങ്ങൾ ക്ലച്ച് ഫിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, പ്രഷർ പ്ലേറ്റ് ഫിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഇത് വളരെ പ്രഷറിലാണ് അവിടെ ഫിറ്റായിരിക്കുന്നത്. എവിടെ? ഫ്ലൈ വീലിനെ നിങ്ങളൊക്കെ പറയും ചുറ്റുബോൾട്ട് എന്ന് പറയും വർക്ക്ഷോപ്പിലൊക്കെ. ഈ ചുറ്റുബോൾട്ട് അഴിക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചോളാം. ഇവിടെ ഇതിനോട് ഇവിടെ ചേർത്ത് വെച്ചിരിക്കുന്നതുണ്ടോ? ഇവിടെ ബോൾട്ട് ഇല്ലെന്നേ ഉള്ളൂ. ബോൾട്ട് കൊടുത്തിരിക്കുന്നത് നിങ്ങൾ അഴിക്കുമ്പോൾ ചുറ്റും വട്ടത്തിൽ ഓരോന്നോരോന്ന് വീതം അഴിച്ചെടുക്കണം. ഒന്നോ രണ്ടോ എണ്ണം അഴിച്ചു കഴിഞ്ഞാൽ ഈ പ്രഷർ പ്ലേറ്റ് ഇവിടെ പ്രഷറിലാണ്, അത് ഇതേമാതിരി ചെരിഞ്ഞു പോകും. ചെരിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ബോട്ട് നിങ്ങൾക്ക് അഴിക്കാൻ പറ്റാതെ വരും. അതുകൊണ്ട് അഴിക്കുമ്പോൾ നിങ്ങൾ അതാണ് ഒരു പ്രഷറിലാണ് ഇതിനെ നിർത്തിയത്. എന്തിനാണ്? അങ്ങോട്ട് തള്ളിപ്പിടിച്ചിരിക്കുക. ഓക്കെ, അപ്പം അപ്രകാരമാണ് ഇത് നിർത്തിയിരിക്കുന്നത്. ത്രസ്റ്റ് സ്പ്രിങ്ങുകളുടെ സഹായത്തോടുകൂടി പ്രഷർ പ്ലേറ്റ് ക്ലച്ച് പ്ലേറ്റിനെ ഫ്ലൈ വീലിലേക്ക് നല്ല ബലത്തിൽ ചേർത്ത് നിർത്തുന്നു. ക്ലച്ച് എൻഗേജ് സമയത്ത് ഫ്ലൈ വീലിനും ക്ലച്ച് പ്ലേറ്റിനും പ്രഷർ പ്ലേറ്റിനും ഇടയിലുള്ള ഫ്രിക്ഷൻ മുഖാന്തരം ഫ്ലൈ വീലിനോടൊപ്പം ക്ലച്ച് പ്ലേറ്റ് കറങ്ങുന്നു. ക്ലച്ച് പ്ലേറ്റ് കറങ്ങുന്നതിനോടൊപ്പം ക്ലച്ച് ഷാഫ്റ്റും കറങ്ങുന്നു. ക്ലച്ച് ഷാഫ്റ്റ് എന്നിവിടെ ഉദ്ദേശിക്കുന്നത് പ്രൈമറി ഷാഫ്റ്റ്, നിങ്ങളുടെ ഗിയർ ബോക്സിൻ്റെ ഷാഫ്റ്റ്. ക്ലച്ച് ഷാഫ്റ്റ് ബന്ധിപ്പിച്ചിരിക്കുന്നത് ട്രാൻസ്മിഷനുമായിട്ടാണ്, ഗിയർ ബോക്സുമായിട്ടാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ ഇഞ്ചിൻ്റെ പവർ ട്രാൻസ്മിഷനിലേക്ക് മാറ്റപ്പെടുന്നു. ഇതിനെ ക്ലച്ച് എൻഗേജ് എന്ന് പറയുന്നു. മീൻസ് ഇതാണ് ഈ പടം നിങ്ങൾ നോക്കിയാൽ ഇപ്പം കണ്ടോ, ഇത് എന്താ പറയുന്നത്, എൻഗേജിലാണ്. എല്ലാം ചേർത്ത് വെച്ചിരിക്കുക. ഇഞ്ചിൻ്റെ പവർ വന്നാൽ ഉടനെ ഇത് നേരെ ഇതൊരൊറ്റ യൂണിറ്റായിട്ട് കറങ്ങിക്കൊണ്ടിരിക്കും. ഓക്കെ, അതാണ് ഈ പറയുന്നത്. ഇനി അടുത്തത്, ക്ലച്ച് പെഡലിൽ കാലമർത്തുമ്പോൾ റിലീസ് ഫിംഗർ, റിലീസ് ബിയറിംഗ് എന്നിവയുടെ പ്രവർത്തനപരമായി പ്രഷർ പ്ലേറ്റ് പുറകോട്ട് വരികയും, ഞാൻ പറഞ്ഞതുപോലെ ഇത് കണ്ടോ, ഇത് പുറകോട്ട് നീങ്ങും, പുറകോട്ട് വരികയും ഫ്ലൈ വീലിനും പ്രഷർ പ്ലേറ്റിനും ഇടയിലുള്ള ക്ലച്ച് പ്ലേറ്റ് സ്വതന്ത്രമാവുകയും ചെയ്യും. ക്ലച്ച് പ്ലേറ്റ് ഈ സംഭവം ഇതിനകത്ത് സ്വതന്ത്രമാകും. ഓക്കെ, സ്വതന്ത്രമാവുകയും ചെയ്യുന്നു. അതായത് ഫ്ലൈ വീലുമായി ചേർന്നിരിക്കുന്ന ക്ലച്ച് പ്ലേറ്റ് അകലുന്നു. ഒന്നിച്ചിരിക്കുമല്ലായിരുന്നില്ലേ? ഇപ്പം ഈ അവസ്ഥയിൽ ഇരിക്കുമായിരുന്നു. ഇതിനെ നമ്മൾ എന്ത് ചെയ്തു? ഇവിടുന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞ ഉടനെ ഇതിനിടയ്ക്കൊരു ഗ്യാപ്പ് ഉണ്ടായി. ഓക്കെ, ഈ സമയത്ത് ഫ്ലൈ വീൽ കറങ്ങിക്കൊണ്ടിരിക്കാനുള്ള കാര്യവും ഞാൻ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി. ഇവിടെ ഇതുകൊണ്ട് ഇവിടെ ഇങ്ങോട്ട് ചേർത്തിട്ടിരിക്കുന്നത് ഇവിടെ പ്ലെയിനാണ്, ഇവിടെ അതേസമയം ഫ്ലൈൻസുമാണ്. ഇവിടെ പ്ലെയിൻ ആയതുകൊണ്ട് എന്നാ സംഭവിക്കും? ഇവിടെ ഇത് കറങ്ങിക്കൊണ്ടിരിക്കും. പക്ഷേ ഇവിടെ ഈ സ്പ്ലൈൻസിലായ ഈ സംഭവം
ഇതിനെ നിന്നുപോയി, നിർത്തിയപ്പോൾ ഈ ഷാഫ്റ്റ് പിടിച്ച് നിർത്തി കഴിഞ്ഞുകൊണ്ട് പൈപ്പിലൂടെ കറങ്ങിക്കൊണ്ടിരിക്കും. ഓക്കെ, നല്ല പോയിന്റുകളാണ്. അതാണ് നിങ്ങളുടെ വണ്ടി ക്ലച്ച് ചവിട്ടിയാൽ ഓഫായി പോകാതിരിക്കുന്നത്, കറങ്ങിക്കൊണ്ടിരിക്കും. ക്ലച്ച് ഷാഫ്റ്റിൻ്റെ കറക്കം നിൽക്കുകയും ചെയ്യും. അതായത് ഈ ഷാഫ്റ്റ് നിന്നിട്ട് ഹൈവേയിൽ അവിടെ കറങ്ങിക്കൊണ്ടിരിക്കുകയും ചെയ്യും. അങ്ങനെ ഇഞ്ചനും ഗിയർ ബോക്സുമായുള്ള ബന്ധം വിച്ഛേദിക്കുന്നു. ഇതിനെ ഡിസെൻഗേജ്മെന്റ് എന്ന് പറയും. ഓക്കെ, ക്ലിയർ? മനസ്സിലായോ എല്ലാവർക്കും? ഇതാണ് ഇതിൻ്റെ പ്രവർത്തനം. ക്ലച്ചിൻ്റെ പ്രവർത്തനം എന്താണെന്നാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇനി നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഞാനത് ഓരോന്നായിട്ട് നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്രവർത്തനം. ഒന്നുകൂടെ ഞാൻ പറയുന്നുണ്ട്. നോക്കിയോ, ഒന്നുകൂടെ പറയാം. ഇത് എൻഗേജ്മെൻറ്റാണ് അല്ലേ? ഇഞ്ചൻ കറങ്ങും, ഇതൊരൊറ്റ യൂണിറ്റ് മുഴുവനോടെ കറങ്ങിക്കൊണ്ടിരിക്കും. നിങ്ങളുടെ ഇഞ്ചിൻ്റെ പവറ് നേരെ റിയർ വീലിലെത്തും. ഇത് ഏറ്റവും അറിയേണ്ടത് ഇപ്പം ഡിസെൻഗേജ് എങ്ങനെ നടക്കും. ഓക്കെ, ഞാനെന്താ പറയാൻ പോകുന്നത് ഇപ്പം ശ്രദ്ധിച്ചു. ഒരു പ്രാവശ്യം പറഞ്ഞു, 2 പ്രാവശ്യം പറഞ്ഞു, 3ാമത്തെ പറയുന്നത്. കാലമർത്തി കഴിഞ്ഞാലുടനെ ഇത് ഇവിടെ റിലീസ് ബിയറിംഗ് ഉണ്ട്. ഫിംഗറിനെ അമർത്തി കഴിഞ്ഞാലുടനെ നിങ്ങളുടെ പ്രഷർ പ്ലേറ്റ് അല്പം ചവിട്ടുന്ന ആളുടെ അടുത്തേക്ക്, ഇപ്പം ഡ്രൈവർ ഇങ്ങനെ ഇരിക്കുക ഇല്ലേ, ഇങ്ങനെ ചവിട്ടി കഴിഞ്ഞാലുടനെ എന്നാ സംഭവിക്കും? ആ പ്രഷർ പ്ലേറ്റ് ചവിട്ടുന്ന ആളുടെ സൈഡിലേക്ക് അല്പം നീങ്ങിക്കൊടുക്കും. നീങ്ങുമ്പോൾ ഈ പ്രഷർ പ്ലേറ്റ്, ഈ ക്ലച്ച് ഡിസ്ക് ഇതിനകത്ത് സ്വതന്ത്രമാകും. ഇത് സ്വതന്ത്രമാകുന്നതിൻ്റെ ഫലമായിട്ട് ഇതിൻ്റെ 2 ഫേസിലും ഇത് ഉരസും. ഇതേമാതിരി മാറ്റിക്കൊടുത്തു കഴിഞ്ഞ ഉടനെ ഇതിൻ്റെ ഇടയിൽ ഈ ക്ലച്ച് ഡിസ്ക് ഉരയാൻ തുടങ്ങും. ഉരയുന്നതിൻ്റെ ഫലമായിട്ട് എന്നാ സംഭവിക്കും? ഈ പ്രൈമറി ഷാഫ്റ്റിനെ അല്ലെങ്കിൽ ക്ലച്ച് ഷാഫ്റ്റിനെ, ഗിയർ ബോക്സിൻ്റെ ഷാഫ്റ്റിനെ അത് പിടിച്ചു നിർത്തുമ്പോൾ ഇവിടെ എന്നാ സംഭവിക്കുന്നത്? ഇവിടെ ഇത് കണ്ടോ, ഇത് പ്ലെയിൻ ആയ കാരണം ഫ്ലൈ വീൽ കറങ്ങിക്കൊണ്ടിരിക്കും. ക്ലച്ച് ഷാഫ്റ്റ് നിൽക്കുമ്പോൾ നിങ്ങളുടെ ഗിയർ ബോക്സ് സൈലന്റ് ആവും. ഈ സമയത്ത് നമുക്ക് ഗിയർ ഇടാൻ പറ്റും. ഓക്കെ, ക്ലിയർ? ഇതാണ് സിംഗിൾ പ്ലേറ്റ് ക്ലച്ചിൻ്റെ പ്രവർത്തനം, എൻഗേജും ഡിസെൻഗേജും. ഇനി ഇതിപ്പം എൻഗേജ് ആയി. ഇനി ഡിസെൻഗേജ് ചെയ്യാനായിട്ട് അവൻ കാലെടുത്തു കഴിഞ്ഞ ഉടനെ എന്നാ സംഭവിക്കും? ആ സിറ്റീസ് നേരെ ഈ പ്രഷർ പ്ലേറ്റ് അടുത്തിട്ട് ഇതെല്ലാം കൂടെ ഒരൊറ്റ യൂണിറ്റ് ആയിട്ട് കറങ്ങും, പവർ ട്രാൻസ്മിറ്റ് ആകും. ഓക്കെ, ക്ലിയർ? യെസ്. നമുക്കിനി ഇതിനെക്കുറിച്ച് അല്പം ഒന്ന് എഴുതിയിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. യെസ്, എല്ലാവരും എടുത്ത് പുസ്തകവും പെന്ന് എല്ലാം എടുത്തോ? എഴുതിക്കുക. സിംഗിൾ പ്ലേറ്റ് ക്ലച്ച്. ആദ്യം നമ്മൾ പറയുന്നത് എവിടെയാണ് ഈ സംഭവം? എഴുതിക്കോ. ഫ്ലൈ വീലിനും ക്ലച്ച് പ്രഷർ പ്ലേറ്റിനും ഇടയിൽ ഗിയർ ബോക്സിന്റെ ഇൻപുട്ട് ഷാഫ്റ്റിൽ അവിടെ വേണേൽ ബ്രാക്കറ്റിൽ നിങ്ങൾ എഴുതിക്കുക പ്രൈമറി ഷാഫ്റ്റിൽ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിട്ട് ഒരു ഫ്രിക്ഷൻ പ്ലേറ്റ് അതിൽ നിങ്ങൾ എഴുതിക്കുക ക്ലച്ച്
ബ്രാക്കറ്റിൽ ക്ലച്ച് പ്ലേറ്റ്, ഫിറ്റായിരിക്കുന്നു. ഇതിനെയാണ് സിംഗിൾ പ്ലേറ്റ് ക്ലച്ച് അല്ലെ ക്ലച്ച് ഡിസ്ക് എന്ന് പറയുന്നത്. സിംഗിൾ പ്ലേറ്റ് ക്ലച്ച് എന്ന് പറയുന്നത്. സിംഗിൾ പ്ലേറ്റ് ക്ലച്ച് എന്ന് പറയുന്നത്. ഫുൾ സ്റ്റോപ്പ്. അടുത്ത പാരഗ്രാഫ്. ഇനി നമ്മൾ ഇതിൻ്റെ ഭാഗങ്ങളാണ്, ഇതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് പറയാൻ പോകുന്നത്. ഒരു ക്ലച്ച് പ്ലേറ്റ്, കോമ പ്രഷർ പ്ലേറ്റ്, കോമ ത്രസ്റ്റ് സ്പ്രിങ്ങുകൾ, ഐ ബോൾട്ട്, കോമ റിലീസ് ഫിംഗർ, കോമ ക്ലച്ച് കവർ എന്നിവയാണ് ഇതിൻ്റെ പ്രധാന ഭാഗങ്ങൾ. ഫുൾ സ്റ്റോപ്പ്. ഇപ്പം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പഴയ പ്രഷർ പ്ലേറ്റിലേ കിട്ടത്തുള്ളൂ. ഇത്രയും കാര്യം. മറ്റേ ഇപ്പോഴുള്ള പ്രഷർ പ്ലേറ്റ് എല്ലാം വന്നിട്ട് ഡയഫ്രാം ടൈപ്പാണ്. നിങ്ങൾ വേണേൽ ബ്രാക്കറ്റിൽ അവിടെ എഴുതിക്കേ. ഇപ്പോഴുള്ള പ്രഷർ പ്ലേറ്റുകൾ ഡയഫ്രാം ടൈപ്പാണ്. ഡയഫ്രാം ടൈപ്പാണ്. എന്തിനാ ഞാനിപ്പോൾ എഴുതിച്ചെന്ന് ചോദിച്ചാൽ ഈ പറയുന്ന കാര്യങ്ങളൊന്നും അത് ഇപ്പോഴുള്ളതിൽ ഇല്ല. ഡയഫ്രാം വളരെ സിമ്പിളായ സാധനമാണ്. അത് പ്രാക്ടിക്കലി ചെയ്യുമ്പോൾ അവിടെ നിങ്ങളെ കാണിക്കാം അതെന്താ സംഭവം എന്ന്. അതിന് വെറും സിമ്പിൾ, നിങ്ങളിവിടെ കാറൊക്കെ ഉള്ളവർക്കറിയാം, അല്ലെങ്കിൽ വർക്ക്ഷോപ്പിൽ എവിടെയെങ്കിലും പോയിട്ടുള്ളവർക്കറിയാം. അതിന് വെറും സിമ്പിളായിട്ടാണ് ഒരു പ്ലേറ്റ് കൊടുത്തിട്ട്, ഒരു സർഫേസ് പ്ലേറ്റ് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ കുറേ പത്തികൾ കൊടുത്തു. എന്നിട്ട് അതിനെയാണ് അവരെ അമർത്തുന്നത്. ഇത്രയും കോംപ്ലിക്കേഷൻ അല്ലെന്ന് അർത്ഥം. ഓക്കെ, യെസ്. എഴുതിയോ? ഇനി അടുത്ത പാരഗ്രാഫ്. ത്രസ്റ്റ് ഫിംഗറുകളുടെ സഹായത്തോടു കൂടി പ്രഷർ പ്ലേറ്റ് ക്ലച്ച് പ്ലേറ്റിനെ ഫ്ലൈ വീലിലേക്ക് നല്ല ബലത്തിൽ ചേർത്ത് നിർത്തുന്നു. എഴുതിയോ? ഇവിടെ പടത്തെ നോക്കിയാൽ ഇത് കണ്ടോ? ഈ സംഭവത്തിൻ്റെ കാര്യമാണ്. ഇതിനെ ഇങ്ങോട്ട് തള്ളി പിടിച്ചുകൊണ്ട് നിർത്തുമെന്ന്. ഓക്കെ, നിർത്തുന്നു. ക്ലച്ച് എൻഗേജ് സമയത്ത് ഫ്ലൈവീലിനും ക്ലച്ച് പ്ലേറ്റിനും
പ്രഷർ പ്ലേറ്റിനും ഇടയിലുള്ള ഫ്രിക്ഷൻ മുഖാന്തരം ഫ്ലൈവീലിനോടൊപ്പം ക്ലച്ച് പ്ലേറ്റ് കറങ്ങുന്നു. ഫുൾ സ്റ്റോപ്പ്. ക്ലച്ച് പ്ലേറ്റ് കറങ്ങുന്നതിനോടൊപ്പം ക്ലച്ച് ഷാഫ്റ്റും കറങ്ങുന്നു. ക്ലച്ച് ഷാഫ്റ്റ് ബന്ധിപ്പിച്ചിരിക്കുന്നത് ട്രാൻസ്മിഷനുമായിട്ടാണ്, അതായത് ഗിയർ ബോക്സുമായിട്ടാണ്. അങ്ങനെ എൻജിൻ്റെ പവർ ട്രാൻസ്മിഷനിലേക്ക് മാറ്റപ്പെടുന്നു. ഇതിനെ ക്ലച്ച് എൻഗേജ് എന്ന് പറയുന്നു. ഫുൾ സ്റ്റോപ്പ്. ഒരു പാരഗ്രാഫായി. ഇത് എൻഗേജ് എങ്ങനെയാണ് നടക്കുന്നത്? ഇതിനകത്ത് നിങ്ങൾക്കൊന്നും വിഷമിക്കാനില്ല. ഇത് ഈ അവസ്ഥ നിങ്ങളുടെ ഇതിനെ അമർത്തി വെച്ചിരിക്കുക. ഓക്കെ, ഈ സ്പ്രിങ് മുഖാന്തരം. അതുപോലെ തന്നെ ഇവിടെ ബോൾട്ട് കൊടുത്തിരിക്കുകയാണ്. അതിനകത്ത് നമ്മൾ ക്ലച്ച് ഡിസ്ക് കൊടുത്തു. ഈ ഡിസ്കും എല്ലാം കൂടെ ചേർത്ത് വെച്ചിരിക്കുക. ഈ സമയത്ത് ഇവിടെ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്താൽ പവർ നേരെ അങ്ങ് പോകും. ഓക്കെ, ഇതിന് ഇവിടെ യാതൊരു ഗ്യാപ്പും ഇല്ല, ചേർന്നിരിക്കുക, തള്ളി പിടിച്ചിരിക്കുക. ഓക്കെ, ഇതാണ് ഇതിൻ്റെ എൻഗേജ് ചെയ്യുന്ന അവസ്ഥ. ഇനി ഡിസെൻഗേജ് എങ്ങനെയാണ് ശ്രദ്ധിച്ചോണം. എഴുതുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഡിസെൻഗേജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടുന്ന് ഇതിനെ ഈ പവറിനെ കട്ട് ചെയ്ത് കളയണം, ഇല്ലേ? അടുത്ത പാരഗ്രാഫ്. ക്ലച്ച് പെഡലിൽ കാലമർത്തുമ്പോൾ നമ്മളിവിടെ അമർത്തി കഴിഞ്ഞാൽ ഉടനെ നടക്കുന്ന കാര്യം പറയുന്നത് കേട്ടോ. ക്ലച്ച് പെഡലിൽ കാലമർത്തുമ്പോൾ റിലീസ് ഫിംഗർ റിലീസ് ബിയറിംഗ് എന്നിവയുടെ പ്രവർത്തനപരമായി പ്രഷർ പ്ലേറ്റ് പിറകോട്ട് വരികയും ഫ്ലൈവീലിനും പ്രഷർ പ്ലേറ്റിനും ഇടയിലുള്ള ക്ലച്ച് പ്ലേറ്റ് അവിടെ ക്ലച്ച് ഡിസ്ക് എന്ന് വേണേൽ നിങ്ങൾ ബ്രാക്കറ്റിൽ നിങ്ങൾക്ക് ഓർക്കാൻ എഴുതിക്കും. ക്ലച്ച് പ്ലേറ്റ് സ്വതന്ത്രമാകുകയും ചെയ്യുന്നു.
അതായത് ഫ്ലൈ വീലുമായി ചേർന്നിരിക്കുന്ന ക്ലച്ച് പ്ലേറ്റ്, അതായത് ഫ്ലൈ വീലുമായി ചേർന്നിരിക്കുന്ന ക്ലച്ച് പ്ലേറ്റ് അകലുന്നു. ഈ സമയത്ത് ഫ്ലൈ വീൽ കറങ്ങിക്കൊണ്ടിരിക്കുകയും ക്ലച്ച് ഷാഫ്റ്റിന്റെ കറക്കം നിൽക്കുകയും ചെയ്യുന്നു. ഫുൾ സ്റ്റോപ്പ്. അങ്ങനെ എഞ്ചിനും ഗിയർ ബോക്സും ആയുള്ള ബന്ധം വിച്ഛേദിക്കുന്നു. ഇതിനെ ഡിസെൻഗേജ് എന്ന് പറയുന്നു. എഴുതിയോ? ഓക്കെ. ഇനി നിങ്ങൾ വായിക്കണം, വായിച്ചെഴുന്നിട്ട് നോക്കണം. ഇപ്പം വായിക്കണ്ട, വീട്ടിൽ ഇരുന്ന് നല്ലതൊന്ന് വായിച്ച് നോക്കണം. വായിക്കുമ്പോൾ നിങ്ങൾക്ക് കൃത്യം മനസ്സിലാവും ഇതെന്താ ഈ സംഭവം. ഓക്കെ. ഇവിടെ എന്താ നമ്മൾ ചെയ്തത്? പെടുതി ചവിട്ടി, ഒന്നുകൂടെ പറയാം. പെടുതി ചവിട്ടി, റിലീസ് ബിയറിംഗ് ഫിംഗറിനെ അമർത്തി കഴിഞ്ഞ ഉടനെ പ്രഷർ പ്ലേറ്റിൻ്റെ സർഫേസ് സ്ഥലം അല്പം മുമ്പോട്ട്, അതായത് ചവിട്ടുന്ന ആളുടെ സൈഡിലേക്ക് നീങ്ങി കഴിഞ്ഞ ഉടനെ ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടായി. ഈ ഗ്യാപ്പ് ഉണ്ടായിടത്ത് നിങ്ങളുടെ ക്ലച്ച് ഡിസ്ക് എന്ത് ചെയ്തു? ഉരസി കഴിഞ്ഞ ഉടനെ നിങ്ങളുടെ പ്രൈമറി ഷാഫ്റ്റ് അത് പിടിച്ചു നിർത്തിയപ്പോൾ ഇവിടെ ഫ്ലൈ വീൽ കറങ്ങാൻ തുടങ്ങി. നിങ്ങളുടെ ക്ലച്ച് ഷാഫ്റ്റ് അല്ലെങ്കിൽ പ്രൈമറി ഷാഫ്റ്റ് അല്ലെങ്കിൽ ഇൻപുട്ട് ഷാഫ്റ്റ്, ഇത്രയും പേര് പറഞ്ഞു ഞാൻ ഈ ഷാഫ്റ്റിനെ കുറിച്ച്. ഈ ഷാഫ്റ്റ് നിൽക്കുന്നതിന് പരമായിട്ട് ഫ്ലൈ വീൽ ഇവിടെ കറങ്ങിക്കൊണ്ടിരിക്കും. ഓക്കെ. ഇതാണ് ഡിസെൻഗേജ് ആണ് മനസ്സിലാവേണ്ടത്. കാലെടുത്ത് കഴിഞ്ഞാൽ ഉടനെ എന്നാ സംഭവിക്കും? നേരെ ഓപ്പോസിറ്റ്, ഇത് നേരെ വന്ന് അടുത്തിരുന്നിട്ട് ഇതിനെ എല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ട് ഈ ക്ലച്ച് ഡിസ്ക് ഇതിനകത്ത് ചേർന്നിരിക്കും. ഓക്കെ. ചേർന്നിട്ട് ഫ്ലൈ വീൽ കറങ്ങിയാൽ ഉടനെ മുഴുവൻ ഷാഫ്റ്റും കൂടെ കറങ്ങിക്കൊണ്ടിരിക്കും. ഗിയർ ബോക്സിലേക്ക് പവർ പോകും. ഓക്കെ. ഇതാണ് നിങ്ങളുടെ ക്ലച്ചിൻ്റെ ഡിസെൻഗേജും എൻഗേജും. ഇത് ഞാൻ ഇനിയും എഴുതിക്കത്തില്ല. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഇതിനകത്ത് എഴുതാനുള്ളത്. ഇതാണ് ഈ സംഭവം, പ്രവർത്തനം. ഇനി നിങ്ങൾക്ക് പഠിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ ക്ലച്ച് ഡിസ്കിൻ്റെ പ്രധാന ഭാഗങ്ങൾ. ഓക്കെ. അത് ഞാൻ അടുത്ത ക്ലാസ്സിൽ പറയും. ഡിസ്കിൻ്റെ പ്രധാന ഭാഗങ്ങൾ, പ്രഷർ പ്ലേറ്റിൻ്റെ പ്രധാന ഭാഗങ്ങൾ, ഇതിനെക്കുറിച്ചാണ് അടുത്തതായിട്ട് ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ.